വാർത്തകളിലേക്ക്. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടിയോടെ ഭാരതാംബ വിവാദത്തിൽ തുടങ്ങിയ സർക്കാർ ഗവർണർ പോര് പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. വൈസ് ചാൻസലറെ ഉപയോഗിച്ച് ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് ആക്ഷേപം. ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നും രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. ഇന്നലെ രാജ്ഭവനിലേക്ക് ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും മാർച്ച് നടത്തുകയും സർവകലാശാല ആസ്ഥാനത്തെ ഗേറ്റിന് മുന്നിൽ ബാനർ കെട്ടുകയും ചെയ്തു. അതേസമയം വൈസ് ചാൻസലറുടെ ഉത്തരവ് മറികടന്ന് രജിസ്ട്രാർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തും. നടപടിക്കെതിരെ നിയമപരമായി നീങ്ങാനാണ് തീരുമാനം. അതിനിടെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് രാജ്ഭവന് സുരക്ഷ വർദ്ധിപ്പിച്ചു. വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഒരു വശത്ത് ഗവർണർക്കെതിരായും വി സിക്കെതിരായുമുള്ള പ്രതിഷേധം കൊടുമ്പിരി കൊള്ളുകയാണ്. മറുവശത്ത് ഇപ്പോൾ വി സിയുടെ ഉത്തരവ് മറികടന്നുകൊണ്ട് രജിസ്ട്രാർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് BJP അനുകൂല സംഘടനകൾ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയില്ലേ? അപ്പോൾ SFI രജിസ്ട്രാർക്ക് സംരക്ഷണം ഒരുക്കുക എന്ന തരത്തിൽ രംഗത്തേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകില്ലേ? എങ്ങോട്ടാണ് ഈ പോര് പോകുന്നത്? ആര്യ, സർക്കാർ ഗവർണർ പോര് അത് സർവകലാശാലയെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ സർവകലാശാല വിഷയത്തിലാണ് ഇപ്പോൾ ശക്തമായി മുന്നോട്ട് പോകുന്നത്. ഇന്നലെ VC ഗവർണറുടെ താല്പര്യപ്രകാരം, ഗവർണറുടെ പരോക്ഷ നിർദ്ദേശപ്രകാരം VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ അനിൽകുമാർ ഇന്നും സർവകലാശാല ആസ്ഥാനത്ത് എത്തുമെന്നാണ് അറിയിച്ചത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലുണ്ട്, വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. ഇന്നലെയും നഗരത്തിൽ രാജ്ഭവന് മുന്നിൽ വലിയ സംഘർഷമാണ് SFIയുടെ DYFIയുടെ മാർച്ചിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ VC ഇന്നലെ റഷ്യയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. പകരം ചുമതല ഏറ്റെടുക്കേണ്ട സിസ തോമസ് ഒരുപക്ഷെ ഇന്ന് രാവിലെ ഇവിടെ എത്തിയേക്കും. എങ്കിൽ അവരെ തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം. മറ്റൊന്ന്, ഈ അനിൽകുമാർ ഇന്നും ഓഫീസിലേക്ക് എത്തും. അപ്പോൾ അനിൽകുമാറിനെ തടയാൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് ABVPയും അതുപോലെ തന്നെ BJP നേതൃത്വവും ഒക്കെ പറയുന്നത്. പക്ഷേ VC ഇന്നലെ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ ഇന്ന് വീണ്ടും ഓഫീസിലേക്ക് എത്തുമ്പോൾ അത് മറ്റൊരു അസാധാരണ നടപടിക്രമങ്ങളിലേക്കാകും കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുക. VCയുടെ സസ്പെൻഷൻ അംഗീകരിക്കില്ല, അതിന് കീറക്കടലാസിന്റെ വില മാത്രമേ നൽകൂവെന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും. നിയമ വഴിയിലേക്ക് പോകുമെന്ന് രജിസ്ട്രാറും വ്യക്തമാക്കിയിരുന്നു. രജിസ്ട്രാറുടെ ഓഫീസിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഓഫീസിലേക്ക് അല്പസമയത്തിനകം രജിസ്ട്രാർ എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ എത്തിയാൽ ഏത് തരത്തിലുള്ള നടപടിയാകും? VC സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരാണ്. VC സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥർ എങ്ങനെ ഇവിടേക്ക് എത്തും? ആ സസ്പെൻഷൻ അംഗീകരിക്കില്ല എന്ന് ഇടത് അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴും എത്രത്തോളം നിയമപരമായി നിൽക്കുമെന്ന സംശയമുണ്ട്. സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് മാത്രമേ ഇനി ഈ സസ്പെൻഷൻ നടപടി പിൻവലിക്കാൻ കഴിയൂ. കാരണം സിൻഡിക്കേറ്റിനാണ് ഒരു രജിസ്ട്രാർ ബോർഡ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനും നിയമിക്കാനുമുള്ള അധികാരമുള്ളത്. അത് മറികടന്നായിരുന്നു VCയുടെ നീക്കം. അത് അംഗീകരിക്കാനാകുന്ന നിലപാടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതുപോലെ രജിസ്ട്രാറും സ്വീകരിക്കുന്നത്. ഏതായാലും ഈ അനിൽകുമാർ ഓഫീസിലേക്ക് എത്തിയാൽ എന്താകും VCയുടെയും അതുപോലെ ഗവർണറുടെയും തുടർ നീക്കം? കാരണം ഗവർണറാണ് സർവകലാശാലകളുടെ ചാൻസലർ. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് അനിൽകുമാറിനെ ഗവർണറെ അവഹേളിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. അത്തരമൊരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത്
സസ്പെൻഷൻ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് ഓഫീസിലേക്ക് എത്തിയാൽ എന്താകും വി സിയുടെയും അതുപോലെ തന്നെ വി സി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുമതല വഹിക്കുന്ന സിസാ തോമസിന്റെയും അതുപോലെ തന്നെ രാജ്ഭവന്റെയും തുടർ നീക്കമെന്നാണ് ഏറ്റവും നിർണായകം. ഇന്നും പ്രതിഷേധ മാർച്ചുകൾ ഉണ്ടാകും. SFI രാജ്ഭവനിലേക്ക് 12 മണിയോടുകൂടി പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെയും സംഘർഷത്തിലുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് പോലീസ് വലിയ സന്നാഹം ഒരുക്കുന്നുണ്ട്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. ഏതായാലും ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക് നീങ്ങുമ്പോൾ അത് പുതിയ സംഘർഷ സാധ്യതകൾ കൂടി തുറന്നിടുകയാണ്. നേരത്തെ നമുക്കറിയാം കുറെ കാലങ്ങളായി സർവകലാശാലയിൽ 2 തട്ടുണ്ട്. അത് ഒന്ന് വി സി ഗവർണറെ അനുകൂലിക്കുന്ന വി സിയും അവർക്ക് പിന്തുണയുമായുള്ള BJPയും മറുവശത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ രജിസ്ട്രാറിന് പൂർണ്ണ പിന്തുണ വി സിക്കെതിരെയുള്ള നിലപാടുകൾ. ഇതാണ് സർവകലാശാല കഴിഞ്ഞ കുറേ നാളുകളായി സംഭവിക്കുന്നത്. അതിന് തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. 2 മാസത്തിനുള്ളിൽ 60 ദിവസത്തിനുള്ളിൽ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടതുണ്ട്, ഇടവേളകൾ ചേരേണ്ടതുണ്ട്. ഇനി ഒരുപക്ഷെ വി സി തിരിച്ചെത്തിയ ശേഷം മാത്രമേ അതിനുള്ള നീക്കങ്ങൾ നടത്തുകയുള്ളൂ. സിൻഡിക്കേറ്റ് യോഗം വിളിക്കേണ്ട ചുമതല, അതിനുള്ള അധികാരം സർവകലാശാല വൈസ് ചാൻസലർക്കാണ്. അദ്ദേഹം അതിന് ഈ ഇടതുപക്ഷ അംഗങ്ങളുടെ നോട്ടീസ് ലഭിച്ചെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ലെങ്കിൽ മറ്റു പോംവഴികൾ അവർക്ക് മുന്നിലില്ല. ഈ അനിൽകുമാറിന്റെ സസ്പെൻഷന്റെ കാര്യത്തിലും അത് തിരുത്തൽ വേണമെങ്കിൽ സിൻഡിക്കേറ്റ് തീരുമാനിക്കണം, അല്ലെങ്കിൽ കോടതിയിൽ പോകണം. ഏതായാലും കോടതിയുടെ നിയമവഴി തേടുമെന്ന് അവർ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്ന് അറിയേണ്ടത്. ഏതായാലും അല്പസമയത്തിനകം അനിൽകുമാർ ഇവിടെ ഓഫീസിലേക്ക് ഇന്നും എത്തും. സസ്പെൻഷൻ ഉത്തരവിന് കടലാസിന്റെ വില എന്ന് പറഞ്ഞ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയിൽ അനിൽകുമാർ വൈകാതെ അദ്ദേഹത്തിന്റെ ഇവിടുത്തെ ഓഫീസിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. സിസാ തോമസും ഒരുപക്ഷെ ഇന്ന് ഈ താൽക്കാലിക ചുമതലയാണെങ്കിൽ പോലും മോഹൻ കുന്നുമ്മൽ തിരികെ എത്തുന്നവരെയുള്ള ചുമതലയാണെങ്കിൽ പോലും സിസാ തോമസും ആ ചുമതല ഏറ്റെടുക്കാൻ ഇവിടേക്ക് വന്നേക്കും. എങ്കിൽ അവരെ തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അവിടെ ശക്തമായിട്ടുള്ള പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുള്ളത്, അല്ലേ അരുൺ? തീർച്ചയായിട്ടും അത് പരിഗണിച്ച് തന്നെയാണ് പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെയും വലിയ പോലീസ് കാവൽ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം രാജ്ഭവൻ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിഷേധ പരിപാടികളും സംഘർഷവും ഒക്കെ. രാജ്ഭവനിലേക്ക് ആദ്യം SFI ആണ് പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. അതിനുശേഷം DYFIയും മാർച്ച് സംഘടിപ്പിച്ചു. നമുക്കറിയാം ഭരണപക്ഷ സംഘടനകളാണ് കഴിഞ്ഞ കുറേ നാളുകൾ അത്തരത്തിലുള്ള വലിയ സംഘർഷാത്മക സമരങ്ങളിലേക്കൊന്നും SFIയും DYFIയും പോകാറില്ല. പക്ഷേ ഇന്നലെ വളരെ രൂക്ഷമായ ഒരു സമരമായിരുന്നു. പോലീസ് ബാരിക്കേഡ് മറികടന്ന് പോലീസ് വലയം ഭേദിച്ച് രാജ്ഭവനിലേക്കുള്ള പ്രധാന പാതയിലേക്ക് ഈ ബാരിക്കേഡ് ചാടിക്കടന്ന് SFIയുടെയും DYFIയുടെയും പ്രവർത്തകർ എത്തിയിരുന്നു. അവരെ പിന്തിരിപ്പിക്കാനുള്ള പോലീസ് ശ്രമം സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. ഏറെ മണിക്കൂറുകൾ രാത്രി 10:30 മണി വരെ പൂർണ്ണമായും സംഘർഷാത്മക സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് ഈ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലും ഗവർണർക്കെതിരെ ഒരു കറുത്ത ബാനർ SFI പ്രവർത്തകർ കെട്ടിയിട്ടുണ്ട്. അത് എല്ലാ സർവകലാശാലകളിലും. ശരി അരുൺ, ഞാൻ മടങ്ങിയെത്താം.